ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കൂർക്ക കൊണ്ടൊരു കൂർക്ക ഫ്രൈ ആണ് കേട്ടോ ഉണ്ടാക്കുന്നത്. സാധാരണ നമ്മൾ കൂർക്ക ഉപ്പേരി വയ്ക്കുമ്പോൾ സാധാരണ ചെറിയ ഉള്ളി, മുളക് ഒക്കെ ചതച്ച് കൂർക്ക ഉപ്പിട്ട് വേവിക്കും. അതിനുശേഷം ചെറിയ ഉള്ളിയും വറ്റൽമുളകൊക്കെ ചതച്ച് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ടാണ് സാധാരണ ഉണ്ടാക്കാറുള്ളത്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ രീതിയിലാണ് കേട്ടോ, ഒരു വ്യത്യസ്ത രുചിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് ചോറിൻ്റെ കൂടെയോ കഞ്ഞിയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാൻ നല്ലൊരു ടേസ്റ്റിയായ ഒരു കൂർക്ക ഫ്രൈ ആണ് കേട്ടോ. ഇത് സാധാരണ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായതാണ്. അനിയത്തിയുടെ വീട്ടിൽ പറമ്പിൽ അവർ കൃഷി ചെയ്ത കൂർക്കയാണ്, നാടൻ കൂർക്കയാണ്. ഇതിനൊരു പ്രത്യേക രുചി തന്നെയാണ്. സാധാരണ കൂർക്ക ഉപ്പേരിയിൽ നിന്നും വ്യത്യസ്തമായ ഒരു രുചി തന്നെയാണ് ഈ കൂർക്ക ഫ്രൈക്ക്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ വ്യത്യസ്ത രുചിയിലുള്ള കൂർക്ക ഫ്രൈ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നമുക്ക് നോക്കാം. അതിന് വേണ്ടിയിട്ട് കുറച്ച് കൂർക്ക നല്ലപോലെ കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നുറുക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. കൂർക്ക വേവാൻ ആവശ്യത്തിനുള്ള ഉപ്പും വെള്ളവും കൂടി ചേർത്ത് പതുക്കെ കഷ്ണത്തിന് നേക്കെ വെള്ളമൊഴിച്ച് ഉപ്പും വെള്ളവും കൂടി പതുക്കെ ഇളക്കി യോജിപ്പിച്ച് കുക്കറിൻ്റെ അടപ്പിട്ട് ഒരു വിസിൽ വരുന്നത് വേവിച്ചെടുക്കാം കേട്ടോ. ജസ്റ്റ് ഒരു വിസിലേ വരണ്ടു, ഒരുപാട് ഇട്ട് വേവിക്കൊന്നും വേണ്ട, ഒറ്റ വിസിൽ മാത്രമേ വേണ്ടൂ. അപ്പോൾ ഒറ്റ വിസിൽ വരുന്നത് വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഒരു വിസിലായപ്പോൾ ഞാനത് ഓഫ് ചെയ്തു കേട്ടോ. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ചു. അത് നല്ലപോലെ ചൂടായപ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു കേട്ടോ. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് കൂടുതലും ടേസ്റ്റ്. വെളിച്ചെണ്ണ നല്ലപോലെ ചൂടായപ്പോൾ ഒരു കുടം വെളുത്തുള്ളി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് നീളത്തിൽ അരിഞ്ഞ് അത് ചേർത്ത് കൊടുത്തു. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് ഇളക്കി അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. 4 കാന്താരി മുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും ചേർത്ത് കൊടുത്തു. എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി അതിനുശേഷം ഒരു വലിയ സബോള അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ സബോളയാണ് കേട്ടോ എടുത്തത്, അപ്പോൾ കുറച്ചധികം തന്നെ സബോള വേണം. അപ്പോൾ സബോളയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി കേട്ടോ. എല്ലാം ഒരുവിധം നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ കൂർക്കയിൽ നമ്മൾ ഉപ്പ് ഇട്ടുണ്ടല്ലോ, നമുക്ക് ഈ സബോളയിലേക്കും ഇഞ്ചി, പച്ചമുളക്, സബോള, മസാലപ്പൊടികളൊക്കെ ചേർക്കുന്നുണ്ടല്ലോ, അപ്പോൾ അതിലേക്ക് ആവശ്യമായ ഉപ്പാണ് ചേർത്ത് കൊടുത്തത്. 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. എല്ലാം ഒരുവിധം നല്ലപോലെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുത്തു. അതിനുശേഷം അതിലേക്ക് ഒരു 2 സ്പൂണ് മുളക് പൊടി, നമ്മൾ സാധാരണ കറികൾക്ക് ഉപയോഗിക്കുന്ന മുളക് പൊടി ചേർത്ത് കൊടുത്തു. അതും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. പച്ചമണം മാറുന്നത് വരെ എല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്തു. ലോ ഫ്ലെയിമിലാണ് കേട്ടോ, പൊടികളൊക്കെ അല്ലെങ്കിൽ കരിഞ്ഞു പോവില്ലേ. ലോ ഫ്ലെയിമിലെല്ലാം നല്ലപോലെ ഒന്ന് ഇളക്കി മൂപ്പിച്ചെടുത്തു. അതിലേക്ക് ഒരു മുറി തേങ്ങക്കൊത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. തേങ്ങയുടെ കൊത്ത് ചെറുതാക്കി അരിഞ്ഞ് അത് വെച്ചിട്ടുണ്ടായിരുന്നു, ആ തേങ്ങക്കൊത്തും കൂടി ചേർത്ത് കൊടുത്തു.
അതും ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി. നമ്മൾ ഈ കൂർക്കപ്പേരി കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ ഒരു തേങ്ങാക്കൊത്തൊക്കെ കടിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഈ മസാലയിൽ കിടന്ന് ഈ തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് വീണ്ടും നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു. അതിനുശേഷം ഒരു ചെറിയ തക്കാളി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. ആ തക്കാളിയും കൂടിയും ചേർത്ത് കൊടുത്തു. ഒരു ചെറിയ പുളിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് തക്കാളി ചേർത്ത് കൊടുത്തത്. ഒരു ചെറിയ തക്കാളി ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി അതും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഇളക്കി മൂപ്പിച്ചു. ആ തക്കാളിയൊക്കെ നല്ലോണം ഒന്ന് ഉടച്ച് ചേർക്കണം. നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആ ഉടയാണ്ട് കിടക്കുന്ന തക്കാളിയൊക്കെ ആ ചട്ടുകം കൊണ്ട് നല്ലപോലെ ഒന്ന് ഉടച്ച് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കണം. അതിലേക്ക് 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും കൂടിയും ചേർത്ത് കൊടുത്തു. വീണ്ടും നല്ലപോലെ ഇളക്കി നല്ലപോലെ മൂപ്പിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടിയും ചേർത്ത് കൊടുത്തു. കറിവേപ്പിലയും കൂടി ചേർത്ത് എല്ലാം നല്ലപോലെ ഇളക്കി ഒന്ന് ഡ്രൈ ആക്കി എടുത്തു കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ഉണ്ടാക്കിയാൽ. ആ തക്കാളിയൊക്കെ ഒന്ന് നല്ലോണം ഉടച്ച് ചേർക്കണം. എല്ലാം നല്ലതുപോലെ ഇളക്കി നല്ലപോലെ യോജിപ്പിച്ചെടുത്തു. അതിനുശേഷം അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരുന്ന കൂർക്കയുണ്ടല്ലോ, ഉപ്പിട്ട് നമ്മൾ വേവിച്ച് വെച്ചിരുന്നല്ലോ കുക്കറിൽ, ആ കൂർക്കയും കൂടിയും ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചു കേട്ടോ. ആ കൂർക്കയിൽ ആ ഉള്ളി മസാലകളും എല്ലാം നല്ലപോലെ പിടിക്കണം. അതിന് വേണ്ടി നല്ലപോലെ 2 മിനിറ്റ് നല്ലപോലെ ഒന്ന് ഇളക്കി എടുക്കണം. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്ന ഈ കൂർക്കയ്ക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരു പ്രത്യേക രുചി തന്നെയാണ് ഈ കൂർക്കയ്ക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിക്കോളൂ കേട്ടോ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.